കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരു മാസം. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഉരുളിന്റെ അവശിഷ്ടങ്ങൾ ബാക്കി. 500ഓളം പേരുടെ ജീവനെടുത്ത മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാട് ഇന്നും മുക്തമായിട്ടില്ല. എങ്കിലും കൈകോർത്ത് മുന്നോട്ട് തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് 2024 ജൂലൈ 29 സംസ്ഥാനത്ത് അന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തുണ്ടായ പ്രദേശങ്ങൾ പുത്തുമലയും തൊട്ടടുത്തുള്ള കള്ളാടിയും. ചൂരൽമലപ്പുഴ അസാധാരണമാവിധം കലങ്ങി മറിഞ്ഞൊഴുകി. 2019 ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടം പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അന്ന് അർദ്ധരാത്രി കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മഹാദുരന്തത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഞങ്ങളിപ്പോ ഇപ്പോഴും അപകടത്തിലാണ് ഇരിക്കുന്നത്. മരണത്തെ മുഖാമുഖം വീണ്ടും കാരണം വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ് മുണ്ടക്കൈയിൽ ഈ സമയത്തും. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നെഞ്ചു തകരുന്ന കാഴ്ചകളാണ് ചൂരൽമലയിൽ കണ്ടത്. ഇവിടെ റോഡ് ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. ഇതെല്ലാം പോയി എന്നുള്ളതാണ്. പിന്നീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്. സൈന്യവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയ ചൂരൽമലപ്പുഴ മൃതദേഹവാഹിനിയായി. കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ ചാലിയാറിൽ നടക്കം ലഭിച്ചുകൊണ്ടിരുന്ന മൃതദേഹ കണക്കുകളിൽ വിറങ്ങലിച്ചു പോയി ഈ നാട്. പുത്തുമലയിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ പേരറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മണ്ണോട് ചേർന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഓം ക്രതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. ദുരിതബാധിതരിലേക്ക് കാരുണ്യമായി സഹായഹസ്തങ്ങൾ നീളുന്നു. സർക്കാരിന്റെ അടിയന്തര ധനസഹായ വിതരണ നടപടികൾ മുന്നോട്ടു പോകുന്നു. താൽക്കാലിക പുനരധിവാസം തുടരുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ അതിവേഗത്തിലുള്ള അതിജീവനം, സ്ഥിരം പുനരധിവാസത്തിനുള്ള നടപടികളുടെ വേഗം. ഇനിയൊരിക്കലും ഇതുപോലൊരു മഹാദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത. സുജിത് അയ്യപ്പത്ത്, 24 വയനാട്.